ഹലോ ഫ്രണ്ട്സ്, നല്ല രുചിയുള്ള മീനച്ചാറുണ്ടാക്കി കഴിക്കണ്ടേ നമുക്ക്? ചെമ്മീൻ ഉൾപ്പെടെ എല്ലാ തരം മീനും ചിക്കനും ബീഫും ഒക്കെ ഇതുപോലെ അച്ചാറിടാം. 1/2 കിലോ കേര തുണ്ടമീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ മീനെ തേച്ച് പിടിപ്പിക്കാനുള്ള മസാല ഐറ്റംസ് ആണ് കേട്ടോ. 1.5 സ്പൂൺ മുളക് പൊടി, 5 പച്ചമുളക്, 1 സ്പൂൺ കുരുമുളക്, 2 ചുള വെളുത്തുള്ളി, 2 ചെറിയ കഷ്ണം ഇഞ്ചി, 1 സ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം 1 സ്പൂൺ വിനാഗിരി ചേർത്ത് പേസ്റ്റ് ആക്കിയിട്ട് നമ്മുടെ മീനെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ചീനച്ചട്ടിയിൽ 5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി പകുതി മീനെ ഇതിലോട്ട് ഇട്ടുകൊടുത്ത് വറുത്തെടുക്കാം. ആദ്യം തീ ഹൈ ഫ്ലെയിമിലാക്കി മീനിന്റെ പച്ചമണം മാറുമ്പോൾ മീഡിയം ഫ്ലെയിമില് 5 മിനിറ്റ് നമുക്ക് മീനെ വറുത്തെടുക്കാം. എന്നിട്ട് തീനെ ഹൈ ഫ്ലെയിമിലാക്കി മസാല കരിയാത്ത രീതിയിൽ മീനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് നന്നായിട്ട് മുരിച്ചെടുക്കുക. വറുത്തെടുത്ത മീനെയും അതിന്റെ മസാലേനെയും വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിനു ശേഷം ബാക്കിയുള്ള മീനെ 5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വീണ്ടും നന്നായിട്ട് വറുത്തെടുക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്, മീൻ വറുത്ത് കോരിയിടുന്ന പാത്രത്തിലെ വെള്ളത്തിന്റെ ഒരംശം പോലും ഉണ്ടാവാൻ പാടില്ല, അച്ചാറ് കേടാവും. അതേ ചീനച്ചട്ടിയില് 10 സ്പൂൺ നല്ലെണ്ണ ഒഴിക്കുക. ഇതിലേക്ക് 1 സ്പൂൺ വറുത്ത കായപ്പൊടി. കായം വറുത്ത് പൊടിച്ചിട്ട് കുറച്ച് ദിവസമായി, അതാണ് കട്ടയായത്. അതുപോലെ തന്നെ 1/4 ടീസ്പൂണിനും താഴെ ഉലുവാപ്പൊടി ചേർക്കാം. ഒന്ന് ഇളക്കിയിട്ട് 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് നന്നായി ഇളക്കിയ ഉടനെ തന്നെ 1/4 കപ്പ് തിളപ്പിച്ച വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് 2 സ്പൂൺ വിനാഗിരി ഒഴിക്കാം. അതുപോലെ തന്നെ 1/2 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തിളക്കട്ടെ. തിള നന്നായിട്ട് വരുമ്പോൾ മീൻ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിന്റെ ഗ്രേവി എടുത്ത് രുചിച്ച് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും മസാലയുടെ ഒക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോ ആഡ് ചെയ്ത് കൊടുക്കാട്ടോ. എണ്ണ തെളിഞ്ഞു വരുമ്പോൾ തീ ഹൈ ഫ്ലെയിമിലാക്കി നന്നായി ഇളക്കി തീനെ ഓഫ് ചെയ്യാം. കണ്ടോ, നമ്മുടെ കിടുക്കാച്ചി മീനച്ചാറ് റെഡി. നല്ല രുചിയാണ് കേട്ടോ, എന്റെ 100% ഉറപ്പ്. ഇതിന്റെ ഗ്രേവി മാത്രം മതി വയറ് നിറയെ ചോറുണ്ണാനും കഞ്ഞി കുടിക്കാനും ഒക്കെ. അപ്പോ വീഡിയോ ഇഷ്ടായാല് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ.